സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ വീഡിയോ ലിങ്ക് പോയിട്ട് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ടൈപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഓരോ മൊഡ്യൂളും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും എന്താ ചെയ്യുന്നത്, ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ്. അപ്പം ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, അതിൻ്റെ പ്രോപ്പർട്ടി അല്ലേ. അതായത് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഒരു ഫിനോമിന ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റൻസിലെ വേരിയേഷൻസ് നോക്കിയിട്ട് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാം റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. A resistance transducer is one of the simplest and important group of transducer. These are transducer whose electrical resistance is varied in accordance with the input quantity, means measurement. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫിനോമിനൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ അങ്ങനത്തേതൊക്കെ. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ വരുന്ന വേരിയേഷൻ നോക്കിക്കൊണ്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനെ ഡിറ്റക്ട് ചെയ്യുകയാണ്. അപ്പം പ്രഷർ ഡിറ്റക്ട് ചെയ്യണം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള വേരിയേഷൻ നമ്മൾ എന്താക്കി മാറ്റും, റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ ആക്കിയിട്ട് മാറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ബേസിക് ഐഡിയ. ഓക്കെ, സോ ഫിസിക്കൽ ഫിനോമിനല്ല ചേഞ്ച് നമ്മൾ റെസിസ്റ്റൻസ് വേരിയേഷൻസ് ആക്കി മാറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു AC ഓർ DC പവർ സപ്ലൈ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ വേരിയേഷൻ നോക്കിയിട്ട് ഈ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. സോ ഇതാണ് ഇവിടെ പറഞ്ഞത്, ദീസ് ആർ ദ ട്രാൻസ്ഡ്യൂസർ whose ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് വാരീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി. നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്ന ഇൻപുട്ട് ക്വാണ്ടിറ്റി, പ്രഷറോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ വട്ട് എവർ ഇറ്റ് ഈസ്, അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ ഒരു വേരിയേഷൻസ് കിട്ടും. അത് മെഷർ ചെയ്താൽ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ ഫിസിക്കൽ ഫിനോമിനെ നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ബൈ ദി AC ഓർ DC മെഷറിംഗ് ഡിവൈസസ്. നമ്മളിതിൽ ഒരു പവർ സപ്ലൈയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കും, AC അല്ലെങ്കിൽ DC പവർ സപ്ലൈയും കൂടെ കൊടുക്കും. എന്നിട്ട് ഈ AC DC ഈ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പം ഉള്ള ഒരു മെഷർമെൻറ്റ് എടുക്കാൻ ഒരു മെഷറിംഗ് ഡിവൈസും ഉണ്ടാവും, വോൾട്ട്മീറ്റർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഈ റെസിസ്റ്റൻസ് വാരി ചെയ്യുമ്പം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് എന്തുണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലേ, റെസിസ്റ്റൻസ് മാറുമ്പോൾ കറണ്ട് ഫ്ലോയിൽ വ്യത്യാസം വരും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെഷറിംഗ് ഡിവൈസ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. AC അല്ലെങ്കിൽ DC കറണ്ട് പാസ് ചെയ്യിപ്പിച്ചിട്ട് ഈ റെസിസ്റ്റൻസിൽ വരുന്ന വേരിയേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഫിസിക്കൽ ഫിനോമിനെ നമ്മൾ റെസിസ്റ്റൻസ് വേരിയേഷൻ ആക്കി മാറ്റും. അതിന് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വ്യത്യാസം നമ്മൾ കറണ്ട് ഫ്ലോ നോക്കിയിട്ട് നമ്മൾ കണ്ടെത്തുക ചെയ്യുന്നത്. അതാണ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് മെഷർഡ് ബൈ ദ AC ഓർ DC മെഷറിംഗ് ഡിവൈസസ്. Quantities like displacements, acceleration, force, pressure, temperature, etc. can be transduced using this type of transducer. നമുക്ക് ഇപ്പം ഡിസ്പ്ലേസ്മെൻറ്റ്, അതേപോലെ ആക്സിലറേഷൻ, ഫോഴ്സ്, പ്രഷർ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ ദ മെഷർമെൻറ്റ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. നമുക്കറിയാം, നമ്മൾ ടെമ്പറേച്ചർ അതേപോലെ നമുക്ക് കിട്ടില്ല, നമ്മൾ എന്തെങ്കിലും വേറെ ഫോമിലേക്ക് മാറ്റണം. അപ്പം ഫിസിക്കൽ ഫിനോമിന നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റിയും നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ അതിന് ഇലക്ട്രിക്കൽ കോമ്പണൻ്റൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അതിനാണ് ട്രാൻസ്ഡ്യൂസറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. The resistive transducer convert the physical quantity into variable resistance which is easily measured by the meter. ഓൾറെഡി പറഞ്ഞു, ഫിസിക്കലുള്ള വേരിയേഷൻസ് നമ്മൾ എന്താക്കി മാറ്റും, അല്ലെങ്കിൽ വാരിയബിൾ റെസിസ്റ്റൻസ് ആക്കി മാറ്റും. അത് നമുക്ക് ഈസി ആയിട്ട് മീറ്റർ വെച്ചിട്ട്, എന്തെങ്കിലും മെഷറിംഗ് മീറ്റർ വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. The process of variation in resistance is widely used in industrial applications. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റ് ആണ്. The resistance transducer can work both as the primary as well as the secondary transducer. നമ്മൾ തൊട്ട് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൈമറി, അതേപോലെ എന്താണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി ട്രാൻസ്ഡ്യൂസറായിട്ടും അതേപോലെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ.
ദ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ചേഞ്ച് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു മെക്കാനിക്കൽ സിഗ്നൽ. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ടൈപ്പ് പറഞ്ഞപ്പോൾ. ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ഡയറക്ട്ലി ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. മെക്കാനിക്കൽ ഇലക്ട്രിക്കലാക്കി മാറ്റുന്നതാണ് എന്ത് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അപ്പം രണ്ടും ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം. ഒരു റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി ആയിട്ടും സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ബോത്ത് എ സി ആൻഡ് ഡി സി കറണ്ട് ഓർ വോൾട്ടേജ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ മെഷർമെൻറ്റ് ഓഫ് വേരിയബിൾ റെസിസ്റ്റൻസ്. നമുക്ക് ഇതിൻ്റെ വേരിയബിൾ റെസിസ്റ്റൻസിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ എ സി അല്ലെങ്കിൽ ഡി സി ഏത് കറണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും. ദ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഗീവ് ദി ഫാസ്റ്റ് റെസ്പോൺസ്. സോ അതിൻ്റെ റെസ്പോൺസ് ഫാസ്റ്റ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ മെഷർമെൻറ്റ് കിട്ടാൻ അതുവഴി കഴിയും നമുക്ക്. സോ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. സോ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ വേരിയസ് സൈസസ് ആൻഡ് ഹാവിങ് എ ഹൈ റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ്. നമുക്ക് പല സൈസിലുള്ളതും അല്ലെങ്കിൽ സൈസിലുള്ളതും നമുക്ക് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാൻ പറ്റും. കാരണം റെസിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വൈഡ് റേഞ്ചിൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസ്: സ്ലൈഡിംഗ് കോണ്ടാക്ട് ക്യാൻ എക്സോസ്റ്റ് ആൻഡ് മേ ക്രിയേറ്റ് നോയ്സ് ഇൻ ദ ഔട്ട്പുട്ട്. അതായത് ഇവിടെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത് ഒരു സ്ലൈഡർ വെച്ചിട്ടാണ്. നിങ്ങൾ പൊട്ടൻഷ്യോ തൊട്ടടുത്ത എക്സാമ്പിളൊക്കെ ആണത്. അതായത് ഒരു സ്ലൈഡർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത്. ഒരു വോണ്ട് ചെയ്ത് വെച്ച ഒരു വയറിൻ്റെ മുകളിൽ ഈ സ്ലൈഡർ വെച്ച് കഴിഞ്ഞാൽ ആ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം സ്ലൈഡറിൻ്റെ കോണ്ടാക്ട് ഉണ്ടാവും ഈ വയറിലേക്ക്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ റെസിസ്റ്റൻസ് വാരി ചെയ്യും. അപ്പോൾ ഒരു സ്ലൈഡർ ഉണ്ട് ഇവിടെ ഈ റെസിസ്റ്റൻസ് വാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫിസിക്കൽ നമ്മൾ മെക്കാനിക്കൽ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ മെക്കാനിക്കലാണ് ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നത്. അപ്പം ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സ്ലൈഡിങ്ങിന് ചിലപ്പോൾ എന്തുണ്ടാവും, നോയ്സ് ഉണ്ടാവും. അത് നമ്മുടെ ഔട്ട്പുട്ടിനെ ചില സമയത്ത് എഫക്റ്റ് ചെയ്യും. ഇതാണ് സ്ലൈഡർ വിൽ എഫക്റ്റ് അവർ ഔട്ട്പുട്ട്. അതിന് നോയ്സ് നമ്മുടെ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യും. രണ്ടാമത്തത് ഹ്യൂജ് പവർ ഈസ് നെസസറി ഫോർ മെനി സ്ലൈഡർ. അതായത് ഈ സ്ലൈഡർ റെസിസ്റ്ററിന് ഈ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന് മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ആ മൂവ്മെൻറ്റിന് വേണ്ടി സ്ലൈഡറിന് ഒരുപാട് പവർ സപ്ലൈ വേറെ കൊടുക്കണം. അപ്പം ഹ്യൂജ് പവർ ഈസ് നെസസറി. അൺനെസസറി പവർ വേസ്റ്റേജ് ആണ് അവിടെ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഒന്ന് നോക്കി വെക്കുക എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ മാത്രമാണ് ഇപ്പം വന്നത്, ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ്: ദ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി എലമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ കണ്ടക്ടർ. അതായത് ഒരു എലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് അതിൻ്റെ ആ പെർട്ടിക്കുലർ വയറിൻ്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതിൻ്റെ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അതായത് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും ആ കണ്ടക്ടറുടെ. അതേപോലെ ആ കണ്ടക്ടറുടെ ഏരിയ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. അതാണ് റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി കണ്ടക്ടർ. ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. അതിന് ഇക്വേഷനായിട്ട് എഴുതുമ്പം ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ഡിവൈഡഡ് ബൈ എ ആണ്. അതിന് നമ്മൾ ആർ സീക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കും, റോ എൽ ഡിവൈഡഡ് ബൈ എ, വേർ ആർ ഈസ് റെസിസ്റ്റൻസ് ഓൺ ഓം. നമ്മളെ കണ്ടക്ടറുടെ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ്. ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. എ മീൻസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി കണ്ടക്ടർ ഇൻ മീറ്റർ സ്ക്വയർ. എത്ര ഏരിയ ഉണ്ട് ആ പെർട്ടിക്കുലർ കണ്ടക്ടർ എന്നുള്ളതാണ് എ മീൻ ചെയ്യുന്നത്. എൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇൻ മീറ്റർ സ്ക്വയർ. എത്രയാണ് ലെങ്ത് എന്നുള്ളത്, ഇറ്റ്സ് മീൻ മീറ്റർ ആക്ച്വലി. ആൻഡ് റോ ഈസ് ദി റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ ഇൻ മെറ്റീരിയൽ ഇൻ ഓം മീറ്റർ. സോ റോ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ഒരു കണ്ടക്ടറുടെ റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, റോ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. സോ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ ക്ലിയർ ആണ്. ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ആൻഡ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. സോ ഇത് വെച്ചിട്ടാണ് ഈ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. കാരണം റെസിസ്റ്റൻസ് മാറുന്നത് എങ്ങനെയാണ്, ഒന്നെങ്കിൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ ഏരിയ കൂടെ കുറേ കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഈ ആറിൽ മാറ്റം വരും. അപ്പോൾ നമ്മൾ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫിസിക്കൽ ഫിനോമിനെ വേരിയബിൾ അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ് ആക്കി മാറ്റുകയാണ്. ആ വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ് മാറുന്നത് ഈ എല്ലിനെയും എനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം അല്ലെങ്കിൽ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സുഖമായിട്ട് എഴുതാൻ പറ്റും. എല്ല് കൂടുമ്പം റെസിസ്റ്റൻസ് മാറും, വാരി ചെയ്യും.
അതേപോലെ എ മാറുമ്പോൾ എന്ത് ചെയ്യും, ഈ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ ആ വേരിയബിൾ റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അല്ലെങ്കിൽ അതെങ്ങനെ വേരി ചെയ്യുന്നതാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈക്വേഷൻ നല്ലവണ്ണം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എക്സാമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ഒരു 3 എക്സാമ്പിൾ നമുക്കുണ്ട് തൽക്കാലം. അതിൽ 2 നമ്മൾ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പൊട്ടൻഷ്യോമീറ്റർ. നിങ്ങൾ ഫിസിക്സ് +2 പഠിച്ചവരുണ്ടെങ്കിൽ ചിലപ്പം ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. The resistance is variable with the variation in their length and hence it is used for measurement of displacement. അതായത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നോൺ കണ്ടക്റ്റിംഗ് ഒരു പൈപ്പിൻ്റെ മുകളിൽ ഒരു വയറിങ്ങനെ വൂണ്ട് ചെയ്ത് വെച്ചുണ്ടാക്കുന്ന സാധനം ഞാൻ ഫിഗർ കാണിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം അതിൽ നമ്മുടെ ഒരു ഹെഡ് ഉണ്ടാവും, നേരത്തെ പറഞ്ഞ ഒരു സ്ലൈഡർ ഉണ്ടാവും. ആ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നതിനനുസരിച്ചിട്ട് ഈ റെസിസ്റ്റൻസിൽ എന്തുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. അത് ലെങ്ത്ത് മാറുന്നുണ്ട്. അതായത് സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വയറിൻ്റെ ലെങ്ത്താണ് മാറുന്നത്. ആ ലെങ്ത്തിൽ വരുന്ന മാറ്റം നമുക്ക് എന്തുണ്ടാക്കും, റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും. കാരണം R is equal to ρl/a ആണ്. സോ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത്ത് മാറുമ്പം എന്തും മാറും, ഈ റെസിസ്റ്റൻസും മാറ്റും. അപ്പം ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്, അത് ലെങ്ത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്ത്, പൊട്ടൻഷ്യോമീറ്റർ. അതായത് നമ്മുടെ ഹെഡ് സ്ലൈഡർ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നോ ആ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തത് സ്ട്രെയിൻ ഗേജ്. A resistance is changed when applying strain and it is proportional and this property is used for measuring pressure, force, etc. നമ്മളൊരു സ്ട്രെയിൻ കൊടുക്കുക, ഒരു പ്രഷർ എന്തെങ്കിലും ഒരു സർഫസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന പ്രഷർ, സാധാരണ പ്രഷറും ഫോഴ്സും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിൻ ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഒക്കെ പറയാനുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ തൽക്കാലത്ത് ഇത്രയും ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. റെസിസ്റ്റൻസ് ഈസ് ചേഞ്ച്ഡ് വെൻ അപ്ലൈയിങ് സ്ട്രെയിൻ ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് പ്രഷർ എക്സെട്ര. നമ്മൾ സ്ട്രെയിൻ കൊടുക്കുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ് മാറും. കാരണം ഒരു ചിലപ്പം വയറിൻ്റെ ലെങ്ത്ത് കുറയാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്തിന് വേരിയേഷൻസ് ഉണ്ടാക്കും, റെസിസ്റ്റൻസിൽ ഒരു വേരിയേഷൻസ് ഉണ്ടാക്കും. ആ ഇക്വേഷൻ വെച്ച് നമുക്കറിയാം R is equal to ρl/a. അപ്പം ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഏരിയ അല്ലെങ്കിൽ ലെങ്ത് ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ആ വ്യത്യാസം, ആ ചേഞ്ച് എന്തിനെ മാറ്റും, റെസിസ്റ്റൻസിനെയും കൂടെ മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്ട്രെയിൻ ഗേജിൻ്റെ പ്രിൻസിപ്പിൾ. ദെൻ മൂന്നാമത്തെ തെർമിസ്റ്റർ ആണ്, റെസിസ്റ്റൻസ് തെർമോമീറ്റർ. റെസിസ്റ്റൻസ് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഈസ് യൂസ്ഡ് ആസ് തെർമോമീറ്റർ. തെർമോമീറ്ററിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസിൽ ചേഞ്ച് വരും, അത് നമ്മൾ ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് പ്രൊപ്പോർഷനായിട്ട് കിട്ടും. സോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു തെർമിസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ 3 എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതിൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററും സ്ട്രെയിൻ ഗേജും ആണ് ഇനി നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പൊട്ടൻഷ്യോമീറ്റർ. A potentiometer is a device where a resistive wire is wounded on an insulating core provided with a സ്ലൈഡിങ് കോണ്ടാക്ട്. അതാണ് പറഞ്ഞത്, അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഷേപ്പ്. ഒരു ഇൻസുലേറ്റിംഗ് കോർ ഉണ്ട്, ഒരു പൈപ്പ് പോലെയൊരു സാധനം. അതിൻ്റെ ചുറ്റിലും നമ്മളൊരു വയർ ഇങ്ങനെ വൂണ്ട് ചെയ്ത് വെക്കും, റെസിസ്റ്റീവ് വയർ വൂണ്ട് ചെയ്ത് വെക്കും. അതിൻ്റെ മുകളിലൊരു സ്ലൈഡറും തരും, ഞാൻ ഫിഗർ കാണിക്കാം. ആ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നതിനനുസരിച്ച് ഈ വയറിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ വൂണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ മാറും അല്ലേ, എല്ല് മാറുന്നുണ്ട്. സോ എല്ലിൽ വരുന്ന വ്യത്യാസം നമ്മൾക്ക് എന്തിലും വ്യത്യാസം വരുത്തും, റെസിസ്റ്ററിൽ വ്യത്യാസം വരുത്തും. കാരണം R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. അപ്പം ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഇറ്റ് ക്യാൻ ബി എക്സൈറ്റഡ് വിത്ത് AC ഓർ DC വോൾട്ടേജ് സോഴ്സ്. നമുക്ക് 2 വോൾട്ടേജ് സോഴ്സ് എടുക്കാൻ പറ്റും, DC ഓർ AC വോൾട്ടേജ് സോഴ്സ് എടുക്കാൻ പറ്റും. ദ സ്ലൈഡർ മൂവ്മെൻറ്റ് ക്യാൻ ബി ട്രാൻസ്ലേഷണൽ ഓർ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റൊട്ടേഷണൽ ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അപ്പോൾ അത് പല ടൈപ്പിലും പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ഒന്നെങ്കിൽ അത് നേരെ ഒരു സ്ട്രൈറ്റ് ലൈനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ഹെഡ് പോലെ സാധനം ഉണ്ടാവും, ഈ വയറിൽ ടച്ച് ചെയ്തുകൊണ്ട് അതിന് മൂവ് ചെയ്യിപ്പിക്കുന്ന സാധനമാണ്, അതിനാണ് സ്ലൈഡർ എന്ന് പറയുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ് 2 ടൈപ്പിൽ അല്ലെങ്കിൽ 3 ടൈപ്പിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ നീക്കുന്നത്, അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ പോലെയുള്ള സ്ലൈഡർ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനും ഉണ്ടാവും. അങ്ങനെ 3 ടൈപ്പിൽ സ്ലൈഡർ ഉണ്ട് നമുക്ക്. എ റെസിസ്റ്റീവ് പൊട്ടൻഷ്യോമീറ്റർ ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇത് നിങ്ങൾ ചില ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും ഇപ്പം ഇലക്ട്രോണിക്സ് പഠിക്കുന്നതുകൊണ്ട് ലാബിൽ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ.
ഇതാണ് റെസിസ്റ്റർ, ഇതിൽ വയർ വൂണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതാണ് സ്ലൈഡർ. ഈ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം നമുക്ക് ഈ വയറിൻ്റെ ലെങ്ത്ത് മാറുന്നുണ്ട് അല്ലേ, വയറിൽ ഒരു കോൺടാക്റ്റ് ഉണ്ടാവും, ആ ലെങ്ത്ത് മാറുന്നുണ്ട്. സോ ആ ലെങ്ത്തിലുള്ള വ്യത്യാസം നമുക്ക് എന്തിൽ ചേഞ്ച് വരുത്തും, നമ്മുടെ ആറിൽ റെസിസ്റ്ററിൽ ചേഞ്ച് വരുത്തും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഇലക്ട്രോണിക്സിൽ ഈ സാധനം എന്തായാലും കണ്ടിട്ടുണ്ടാവും, ലാബിൽ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. ഓക്കെ, കണ്ടല്ലോ എല്ലാവരും? ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഈ ഒരു സ്ലൈഡർ നമുക്ക് ഈ ഒരു ബാറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം ഇവിടെ നിന്നാണ് നമ്മൾ വയർ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ വൂണ്ട് ചെയ്ത് വെച്ച കുറേ വയേഴ്സാണ്, ഈ ഫിഗറിൽ ക്ലിയർ അല്ല എന്നുള്ളൂ, കുറേ വയറാണ് ഇവിടെ വൂണ്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ വയറിൻ്റെ ലെങ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്ത് ചെയ്യും, വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ റെസിസ്റ്റീവ് പൊട്ടൻഷ്യോമീറ്റർ ഈസ് ഷോൺ ഇൻ ഫിഗർ. അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ് തന്നത്. സോ ഇതാണ് ഒരു പവർ സപ്ലൈ നമ്മൾ കൊടുക്കും ഇവിടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കൂടെ, AC or DC. ഇതാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. സോ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ XT എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ആണ്. ഈ X0 എന്ന് പറയുന്നത് ഇത് നമ്മളെ ഹെഡാണ്. ഞാൻ നേരത്തെ കണ്ടില്ലേ ഇവിടെ ഒരു സ്ലൈഡർ, ഈ ഒരു ഈ സ്ലൈഡറാണ് ഇവിടെ കാണിച്ച ഈ ഹെഡ്. അത് എവിടെ വരെ ഉണ്ട്, അതിപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഇത് നമുക്ക് എന്ത് ചെയ്യും, വേരിയബിൾ ആണ്. ഈ X0 എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. XT എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അത് കാരണം ആ ടോട്ടൽ വയറിൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷനാണത്. അപ്പോൾ ഇത് മാറുമ്പം ഈ X0 മാറുന്നുണ്ട്, അപ്പം ലെങ്ത്ത് നമുക്ക് മാറ്റം വരുത്തുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വോൾട്ടേജ് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും. ഹിയർ XT is the total length between two endpoint and the resistance between these two endpoints are always constant. XT കാണുന്നുണ്ടാവും നിങ്ങളിവിടെ. ഇത് രണ്ട് എൻഡ് പോയിന്റ്, അതായത് വയറിൻ്റെ രണ്ട് എൻഡ് പോയിന്റുള്ള ടോട്ടൽ ലെങ്ത് ആണ്. ആ പെർട്ടിക്കുലർ പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ വോണ്ട് ചെയ്തിട്ടുള്ള വയറിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് XT. അവിടെയുള്ള റെസിസ്റ്റർ എന്താണ്, അതിലുള്ള ടോട്ടൽ റെസിസ്റ്റർ എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. കാരണം അതിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് വാരി ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ ഡെഫിനിഷൻ, ഫസ്റ്റ് ഈ സെൻറ്റൻസ്. The next, the resistance between sliding point and end point will change with respect to the input displacement X0. ഈ X0 എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ മുതൽ ഈ സ്ലൈഡറിൻ്റെ ഹെഡ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് X0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സ്ലൈഡിങ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ് തമ്മിലുള്ള ഈ വ്യത്യാസം, ഈ ഒരു X0 എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടാവും, വ്യത്യാസം വരും. കാരണം നമ്മൾ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ X0 കൂടും അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ X0 കുറയും. അപ്പം ഇതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ X0 എന്തായിരിക്കും, വാരി ചെയ്യും. അപ്പം അതിനനുസരിച്ച് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന റെസിസ്റ്റൻസും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അക്കോർഡിംഗ് ടു ദിസ്, if V is the excitation voltage, then the output voltage V0 can be expressed as, നമ്മൾ V എന്നുള്ള വോൾട്ടേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നമുക്കിവിടെ V0 എന്നുള്ള ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടും. V0 can be expressed as ഒരു ഇക്വേഷൻ ഉണ്ട്, V0 is equal to X0 divided by XT into V. ഇത് നമ്മൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് XT പ്രൊപ്പോർഷനിലാണ്, അതേപോലെ ഇവിടെയുള്ള ഈ ഹെഡിലേക്കുള്ളത് X0ൻ്റെ പ്രൊപ്പോർഷനിലാണ്. സോ X0 divided by XT into V. V means total voltage, excitation voltage ആണ്. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് X0 ഡിവൈഡഡ് ബൈ XT ഇൻറ്റു V. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. ആൻഡ് ഇഫ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് RT, അതായത് നമ്മുടെ XTയിൽ വരുന്ന അല്ലേ, XT എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ്, എൻഡ് പോയിന്റ് ടു എൻഡ് പോയിന്റിലെ ലെങ്ത് ആണ് XT. അത് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, RT, അതാണ് ഇവിടെ RT എന്ന് കൊടുത്തത്. ആൻഡ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലൈഡിംഗ് പോയിന്റ് ആൻഡ് ദി എൻഡ് പോയിന്റ് R0, അതായത് X0 എന്നുള്ള ഭാഗത്ത് വരുന്ന റെസിസ്റ്റൻസ് R0 ആണ്, അത് വൈരി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു. ദെൻ ബൈ വോൾട്ടേജ് ഈസ് വൺ വോൾട്ടേജ് ഡിവൈഡിങ് റൂൾ V0 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, V0 നമ്മൾ എന്ത് ചെയ്യും, X0യും XTയും മാറ്റിയിട്ട് V0 is equal to R0 divided by RT into V എന്നാക്കി കൊടുത്തു. ഓക്കെ, ആ ഇക്വേഷനെ റെസിസ്റ്റൻസിൻ്റെ ടേമിലേക്ക് നമ്മൾ മാറ്റി എഴുതിയതാണത്, R0 divided by RT into V. It is clear that the output voltage is the potentiometer is proportional to the displacement. അല്ലേ, ഈ R0 എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അത് നമുക്ക് വാരി ചെയ്യാൻ പറ്റും. ആ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച്, ഹെഡിൻ്റെ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ R0 എന്നുള്ളത് മാറും. നമ്മൾ കണ്ടു ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആണ്, ഈ നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആണ് V0. നമ്മൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മളവിടെ മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ് V0. ആ ഹെഡിൻ്റെ അവിടെ നിന്നാണ് നമുക്കത് കിട്ടുക. സോ V0ൻ്റെ വാല്യൂ എന്തിന് പ്രൊപ്പോർഷനിലാണ്, R0, ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുമ്പം വോൾട്ടേജ് കൂടും, ഡിസ്പ്ലേസ്മെൻറ്റ് കുറയുമ്പോൾ വോൾട്ടേജ് കുറയും. ആ ഒരു പ്രൊപ്പോർഷൻ ആണ് എന്നർത്ഥം. ഓക്കെ,
ദെൻ ഇനി ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു എഫക്റ്റാണ് ലോഡിംഗ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോമീറ്റർ. ലോഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ പൊട്ടൻഷ്യോമീറ്ററിൽ വെച്ചിട്ട് അതിലൊരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേരിയേഷൻ നമ്മൾ കൊടുക്കുന്ന ഹെഡർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് റെസിസ്റ്റൻസ് മാറും നമ്മൾ പറഞ്ഞു. പക്ഷെ അത് മെഷർ ചെയ്യാൻ നമുക്കത് വേണം, ഒരു ഡിവൈസ്, ഒരു മീറ്റർ കണക്ട് ചെയ്യണം. ആ മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എഫക്റ്റ് വരുന്നുണ്ടോ എന്നാണ് നമ്മളിനി നോക്കുന്നത്. ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, അവിടെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ടോട്ടൽ ഔട്ട്പുട്ടിൽ. അതിനെയാണ് നമ്മൾ ലോഡിംഗ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ദി ഔട്ട്പുട്ട് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ ഇസ് ജനറലി കണക്റ്റഡ് ടു ആൻ ആംപ്ലിഫയർ ഓർ എ മീറ്റർ. നമ്മൾ മെഷറിംഗ് ഡിവൈസ്, നമ്മളൊരു മെഷറിംഗ് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ആ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, വോൾട്ട് മീറ്ററൊക്കെ വെച്ച് മെഷർ ചെയ്യാറുണ്ട്. ഇതുപോലെ തൊട്ട് മുമ്പ് കണ്ട ഫിഗറിൽ ഇത്രയും ഭാഗം ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ V0. ഈ V0 നമുക്ക് എന്ത് ചെയ്യണം, വെറുതെ കിട്ടില്ല, അത് അണക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു മെഷറിംഗ് ഡിവൈസ് വേണം. അതാണ് ഇവിടെ കണക്ട് ചെയ്തത്. സോ ദർ ഈസ് എ സ്മോൾ റെസിസ്റ്റൻസ് അല്ലേ, ഒരു റെസിസ്റ്റൻസും കൂടെ എന്തിനുണ്ടാവും, ഈ മെഷറിംഗ് ഡിവൈസിനുണ്ടാവും. സോ ദ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദിസ് കണക്റ്റഡ് ഡിവൈസ് ആക്ട് ആസ് എ ലോഡ് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ദ കറണ്ട് ബിറ്റ്വീൻ ദ സ്ലൈഡിംഗ് കോണ്ടാക്ട് ആൻഡ് ദ എൻഡ് ടെർമിനൽ. സോ ഇവിടെ ഒരു ചെറിയ ലോഡ് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് എന്തിനെ എഫക്റ്റ് ചെയ്യും, ഈ വോൾട്ടേജിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഇവിടെ ഒരു, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ X0 എന്നുള്ളതിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും, R0. അതേപോലെ ഒരു പുതിയൊരു ഡിവൈസോടെ കണക്ട് ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ സ്മോൾ റെസിസ്റ്റൻസും കൂടെ ഉണ്ടാവും. അതാണ് കണക്റ്റിംഗ് ലോഡ് എന്ന് പറയുന്നത് ഇവിടെ. അതായത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്ററിൻ്റെ ലോഡാണത്. അപ്പോൾ ഇത് രണ്ടും, ഇവിടെയുള്ള ഈ X0ൻ്റെ സ്ഥാനത്ത് വരുന്ന റെസിസ്റ്റൻസും അതേപോലെ ഈ കണക്ട് ചെയ്ത മെഷറിംഗ് ഡിവൈസിൻ്റെ റെസിസ്റ്റൻസും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം റെസിസ്റ്റൻസ് അവിടെ പാരലലി ഒന്നും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ദി കണക്റ്റിംഗ് ഡിവൈസ് ആക്ട് ആസ് എ ലോഡ് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ. ഇവിടെ ഒരു ലോഡായിട്ട്, അതായത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ദ കറണ്ട് ബിറ്റ്വീൻ ദ സ്ലൈഡിംഗ് കോണ്ടാക്ട് ആൻഡ് ദ എൻഡ് ടെർമിനൽ. സോ ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ഇതും കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. This situation is called the loading effect on potentiometer. So ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന ഒരു പവർ ഔട്ട്പുട്ട് എന്തിനെ വ്യത്യാസം വരുത്തുന്നുണ്ട്, ഈ ഒരു ഡിവൈസിനെ ഒരു എക്സ്ട്രാ ലോഡായിട്ട് മാറ്റുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് ലോഡിംഗ് എഫക്റ്റ് ഓൺ എ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ആ ലോഡിംഗ് എഫക്റ്റ് എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് നോക്കാം. If the input resistance of the connected meter is RM, അതായത് നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് സാധാരണ നമ്മൾ കൊടുക്കുന്ന മീറ്റർ, മെഷറിംഗ് മീറ്ററിൻ്റെ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ അങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അല്ലേ എക്സ്ട്രാ ലോഡ്, അതിൻ്റെ റെസിസ്റ്റൻസ് RM ആണെന്ന് വിചാരിക്കാം. അതാണ് ഇവിടുത്തെ RM. ആൻഡ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലൈഡിംഗ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ് ഈസ് R0. നമ്മൾ നേരത്തെ പറഞ്ഞു X0 എന്നുള്ളിടത്ത് വരുന്ന ആ പോയിന്റ് റെസിസ്റ്റൻസ് എത്രയാണ്, R0. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ. സോ RM എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്ന ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് ആണ്. R0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ അല്ലെങ്കിൽ സ്ലൈഡിംഗ് പോയിന്റും എൻഡ് പോയിന്റ് തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് വരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ ദ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. സോ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഈ RM-ഉം കൂടെ കൺസിഡർ ചെയ്താൽ നമുക്ക് എക്സാക്ട്ലി കറണ്ട് കിട്ടുന്നുള്ളൂ, വ്യത്യാസം വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി, ഫിനോമിനൻ, എക്സ്റ്റേണൽ ഫിനോമിനും ഇതും നമ്മൾ എന്തുണ്ടാവും, വ്യത്യാസം വരും അല്ലേ. കാരണം ഇവിടെ ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ഒരു മെഷർമെൻറ്റ് എടുക്കുമ്പം അത് തമ്മിൽ എന്ത് വരും, വലിയ വ്യത്യാസം വരും. നമ്മൾ എക്സാക്ട്ലി നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടില്ല. കാരണം റെസിസ്റ്റൻസ് മാറുന്നുണ്ട് ഇവിടെ. ആ റെസിസ്റ്റൻസിലെ വ്യത്യാസം നമുക്ക് എന്ത് കിട്ടും, ഒരു ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുത്തുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ ലോഡ് അല്ലെങ്കിൽ എക്സ്ട്രാ മീറ്റർ കൊടുക്കുമ്പം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു മെഷറിംഗ് ഡിവൈസ് കൊടുക്കുമ്പം അതിൻ്റെ റെസിസ്റ്റൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റി നിർത്തണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സാക്ട്ലി എന്താണോ ഫിസിക്കലി നമ്മൾ മെഷർ ചെയ്യുന്നത് ആ സാധനം നമുക്കിവിടെ എക്സാക്ട്ലി കിട്ടുന്നുള്ളൂ, പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനാണ് ഈ ഒരു ലോഡിംഗ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അത് മൈനസ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. സോ ഇവിടെ ഇക്വേഷൻ നോക്കിയിട്ടുണ്ട്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ ടു R0 RM ബൈ R0 പ്ലസ് RM. സോ സീരിയൽ പാരലൽ കണക്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നത് R0 ഇൻറ്റു RM. R0 മീൻസ് നമ്മളെ സ്ലൈഡറിൻ്റെ അടുക്കുള്ളത്, RM മീൻസ് ഞാൻ പറഞ്ഞു നമ്മൾ കണക്ട് ചെയ്ത മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് RM എന്നുള്ളത്. സോ R0 RM ഡിവൈഡഡ് ബൈ R0 പ്ലസ് RM. സോ ദ എഫക്റ്റീവ് വോൾട്ടേജ് ആഫ്റ്റർ കണക്ടിങ് ദി ലോഡ്, കാരണം ഇവിടെ റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ വോൾട്ടേജിൽ എന്തുണ്ടാവും, വ്യത്യാസം വരും. സോ എഫക്റ്റീവ് വോൾട്ടേജ് മീൻസ് ഇക്വേഷനിൽ വ്യത്യാസം വരും. RE നേരത്തെ R0 ഉള്ളിടത്ത് RE മാറും. കാരണം RE
effective resistance into voltage divided by RT minus R0 plus RE. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് R0 by RT ആയിരുന്നു അല്ലേ, R0 by RT into V ആയിരുന്നു നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ഒരു റെസിസ്റ്റൻസിൽ ചെറിയ വ്യത്യാസം വന്നുകൊണ്ട് എഫക്റ്റീവ് വോൾട്ടേജ് നമ്മൾ കാണുന്നത് V0 പകരം ഇവിടെ എഫക്റ്റീവ് വോൾട്ടേജ് ആണ്. സോ ആ ഒരു ഡിഫറൻസും കൂടെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. RE into V divided by RT minus R0 plus RE. ഇത് വെച്ചിട്ടാണ് നമുക്ക് എഫക്റ്റീവ് വോൾട്ടേജ് കിട്ടുന്നത്. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി നമ്മൾ എന്താണ് എക്സാക്ട്ലി മെഷർ ചെയ്തത് അതിൻ്റെ ഇപ്പം ടെമ്പറേച്ചർ അളന്നു കഴിഞ്ഞാൽ കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടില്ല. കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഒരു സാധനം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റെസിസ്റ്റൻസും കൂടെ കൂട്ടി നമ്മൾ എഫക്റ്റീവ് വോൾട്ടേജ് ആണ് ഇവിടെ കാണുന്നത്. സോ ആ ചെറിയ ഡിവൈസ് ആണെങ്കിലും കൂടി അതിൻ്റെ ചെറിയൊരു RM എന്നുള്ള ചെറിയ റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മളിവിടെ. അത് പ്രോപ്പർ മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദ എറർ ഒക്കറൻസ് ബൈ കണക്ടിങ് ദ ലോഡ് ഈസ്, അതായത് ഇത്രയും എറർ വരും. ഒരു പുതിയ ഡിവൈസ് അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. ആ എററാണ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എറർ ഈക്വൽ ടു VE മൈനസ് V0 ഡിവൈഡഡ് ബൈ V0. ഇതാണ് VE. സോ ഇത്രയും ചെറിയൊരു വ്യത്യാസം നമുക്കവിടെ ടോട്ടൽ മെഷർമെൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്, എററൊക്കെ അറിയുന്നുണ്ട്. ബൈ ആഡിങ് ആൻ എക്സ്റ്റേണൽ കണക്റ്റിംഗ് ലോഡ്, എക്സ്ട്രാ കണക്റ്റിംഗ് ലോഡും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന വ്യത്യാസമാണ് ഈ കാണിച്ചത്. ഈസ് ഈക്വൽ ടു VE മൈനസ് V0 ഡിവൈഡഡ് ബൈ V0. സോ ഇതാണ് ലോഡിംഗ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ ബേസിക്കലി ലോഡിംഗ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ മീറ്റർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പൊട്ടൻഷ്യോമീറ്ററിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലോഡുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുമൂലം നമുക്ക് എന്ത് വ്യത്യാസം വരും, നമുക്ക് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരും. അത് കാണാനാണ് ഈ ലോഡിംഗ് എഫക്റ്റ് ഓൺ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കി വെക്കണം ഈ എഫക്റ്റ് എന്താണെന്നുള്ളതും ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ്. അപ്പം പൊട്ടൻഷ്യോമീറ്റർ അവിടെ കഴിഞ്ഞു. രണ്ടാമത്തത് സ്ട്രെയിൻ ഗേജ് ആണ്. സ്ട്രെയിൻ ഗേജ് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ കൊടുത്തിട്ട് അതിൽ വ്യത്യാസം വരുത്തി റെസിസ്റ്റൻസിൽ മാറുന്നതാണ് സ്ട്രെയിൻ ഗേജ്. ഒരു സ്ട്രെയിൻ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ പ്രിൻസിപ്പിളും ഡിഫറെൻറ്റ് ടൈപ്സും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം നമുക്ക്. A strain gauge, a resistance strain gauge is an important type of resistance transducer whose resistance varies with applied force. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറും, റെസിസ്റ്റൻസ് വാരി ചെയ്യും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസറാണ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഫോഴ്സ് കൊടുക്കുമ്പം അതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറിയിട്ട് നമുക്ക് എന്താണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ടൈപ്പിനാണ് സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് ഫോഴ്സ്, പ്രഷർ, ടെൻഷൻ ഇൻ ടു എ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. നമുക്ക് എത്ര ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രഷറാണ് അവിടെ ഉള്ളത്, അറ്റ്മോസ്ഫിയർ പ്രഷറാണുള്ളത്, അല്ലെങ്കിൽ എത്ര ടെൻഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ ഇലക്ട്രിക്കൽ ഫോമിലേക്ക് മാറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ സ്ട്രെയിൻ ഗേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദി അപ്ലൈഡ് സ്ട്രെയിൻ ക്യാൻ ബി മെഷേർഡ് ബൈ ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. സോ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് അത് പറഞ്ഞത്. സ്ട്രെയിന് നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന സ്ട്രെയിനിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആയിട്ട് മെഷർ ചെയ്യുക ചെയ്യുന്നത്. സോ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നോക്കാം. വി നോ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, R ഈക്വൽ ടു rho L ഡിവൈഡഡ് ബൈ A, where rho is the specific resistivity and L is the length of the conductor and A is the area of cross section of the conductor. സോ ഇവിടെ നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പം ഒന്നെങ്കിൽ ലെങ്ത്ത് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, L വ്യത്യാസം വരും, അല്ലെങ്കിൽ A വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ വ്യത്യാസങ്ങൾ നമ്മൾ എന്തിൽ വ്യത്യാസം വരുത്തും, Rൽ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ when a material is under strain, pressure ആവാം, force ആവാം, whatever it is, the resistance R will change because the change in L, A or rho. ലെങ്ത്തിലോ നമ്മൾ പ്രഷർ കൊടുക്കുമ്പം അല്ലെങ്കിൽ ടെൻഷൻ കൊടുക്കുമ്പം സ്ട്രെയിൻ കൊടുക്കുമ്പം അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ റോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ചേഞ്ച് ചെയ്താൽ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ നമുക്ക് റെസിസ്റ്റൻസിലൊരു വേരിയേഷൻ കിട്ടും. ആ റെസിസ്റ്റൻസിലെ വേരിയേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു മീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ അതിൽ സ്ലൈഡർ വെച്ചിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് മാറുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് മാറുന്നത്, പ്രഷർ കൊടുക്കുമ്പം അതിൽ ലെങ്ത്തിലും അതേപോലെ ഏലും ഒക്കെ വ്യത്യാസം വരുന്നതാണ്. ഓക്കെ,
ദെൻ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം പ്രിൻസിപ്പിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ മെത്തേഡ് യൂസ്ഡ് സ്ട്രെയിൻ ഗേജസ് ആർ ക്ലാസിഫൈഡ് ആസ്. നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് 2 ടൈപ്പായിട്ട് നമ്മൾ സ്ട്രെയിൻ ഗേജിനെ തിരിക്കുന്നുണ്ട്. ഒന്ന് അൺബോണ്ടഡ് ടൈപ്പും മറ്റത് ബോണ്ടഡും. അൺബോണ്ടഡ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ചെയ്യാത്ത രീതിയിൽ, അതിൽ ഫിസിക്കലി ബോണ്ടഡ് അല്ലാത്ത ടൈപ്പിനെയാണ് നമ്മൾ അൺബോണ്ടഡ് എന്ന് പറയുന്നത്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ബോണ്ടഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജിനെയാണ് ബോണ്ടഡ് ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്പാണ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ സ്ട്രെയിൻ ഗേജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, റെസിസ്റ്റൻസ് മെറ്റീരിയൽ എന്താണോ അതിൻ്റെ ടൈപ്പിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തതാണ് രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. അതിൽ ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വയർഡ് ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജ്, വയർ ഉപയോഗിച്ചിട്ടാണ് സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കിയത്, അതിന് ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് എന്ന് പറയും. സോ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്നതനുസരിച്ചാണ് ഇത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ്, നമ്മൾ മെറ്റൽ ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കിയത്, അങ്ങനത്തെ ടൈപ്പാണത്. മൂന്നാമത്തത് സെമി കണ്ടക്ടർ, വി യൂസ് സെമി കണ്ടക്ടർ ഫോർ ദീസ് ബിൽഡിംഗ് സ്ട്രെയിൻ ഗേജസ് ആണെങ്കിൽ അതിനെ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് എന്ന് പറയും. പിന്നെ ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് സ്ട്രെയിൻ ഗേജ്, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കിയതെങ്കിൽ അതിനെ ഫോട്ടോ ഇലക്ട്രിക് സ്ട്രെയിൻ ഗേജ് എന്ന് പറയും. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കിയെന്നുള്ളതിനനുസരിച്ചാണ് ഈ 4 ഡിവിഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം അൺബോണ്ടഡ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജ്. എ സ്ട്രെയിൻ ഗേജ് വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി ബോണ്ടഡ് ഓൺ ദി സർഫസ് അണ്ടർ സ്റ്റഡി ഈസ് കോൾഡ് ആൻ അൺബോണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ്. അതായത് ഡയറക്ട്ലി ബോണ്ടഡ് അല്ലാത്തത്, ഡയറക്ട്ലി ബോണ്ട് ചെയ്യാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജിനെയാണ് നമ്മൾ അൺബോണ്ടഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇഫ് ഇറ്റ് ഹാസ് 2 ഫ്രെയിം P and Q വിത്ത് ഫിക്സഡ് ഇൻസുലേറ്റിംഗ് പിൻ ഷോൺ ഇൻ ദി ഫിഗർ. ഇവിടെ ഈ ഫിഗർ നോക്കാം നിങ്ങൾ, ഇവിടെ 2 കളറിൽ 2 ഫ്രെയിം കാണാം നിങ്ങൾക്ക്. ഇത് രണ്ടും അങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ് കണക്ട് ചെയ്തിട്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഇൻസുലേറ്റിംഗ് പിന്നാണ് ഇത് 4 എണ്ണം. മൗസ് പോയിന്റ് നോക്കുക, ഇവിടെ 4 എണ്ണം ഇൻസുലേറ്റിംഗ് പിന്നാണ്. അത് നമ്മളൊരു വയർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. വയറാവാം അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആവും. ഇവിടെ ഇപ്പോൾ ഒരു വയർ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത് മാറുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ ആക്ച്വലി ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇത് അൺബോണ്ടഡ് എന്ന് പറയാൻ കാരണം ഈ ഒരു പ്ലേറ്റിൽ PQ എന്ന് പറഞ്ഞ 2 പ്ലേറ്റ് കാണും, ഇത് Q. ഈ 2 പ്ലേറ്റിൻ്റെ മുകളിൽ ഈ ഒരു വയർ എന്തല്ല ബോണ്ട് ചെയ്ത് വെച്ചിട്ടില്ല. അത് അവിടെ ഒരു ഇൻസുലേറ്റിംഗ് ടേബിളിൻ്റെ അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് പിന്നിൻ്റെ മുകളിലാണ് നമ്മൾ കുടുക്കി വെച്ചത്. അല്ലാതെ ഈ സർഫസിൽ ഇതിൻ്റെ PQ എന്നുള്ള ഫിക്സഡ് പ്ലേറ്റിൻ്റെ സർഫസിൽ നമ്മളത് ബോണ്ട് ചെയ്ത് വെച്ചിട്ടില്ല. പകരം എന്താ ചെയ്ത് വെച്ചത്, ഈ പിന്നിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ അൺബോണ്ടഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി നോക്കാം. ദീസ് 2 ഫ്രെയിംസ് ആർ ഹെൽഡ് ടുഗദർ ബൈ എ സ്ട്രെയിറ്റ് ലോഡഡ് മെക്കാനിസം ആൻഡ് ദേ ക്യാൻ മൂവ് റിലേറ്റീവ്ലി വിത്ത് ദ റെസ്പെക്ട് ഈച്ച് അതർ. ഈ പിയും ക്യൂവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്ട്രിങ് ആണ്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നോക്കുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, ഈ വയറിൻ്റെ ലെങ്ത്തിൽ എന്തുണ്ടാവും, വ്യത്യാസം വരും അല്ലേ. ഈ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വയർ എന്ത് ചെയ്യും, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ വയറിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യും, കൂടും. അത് അടുത്തേക്ക് വരികയാണെങ്കിൽ വയറിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യും, കുറയും. സോ എല്ലിൽ വ്യത്യാസം വന്നു, ലെങ്ത്തിൽ, കണ്ടക്ടിങ് വയറിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം വന്നു. സോ R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. സോ L എന്ത് വരും, വ്യത്യാസം വരും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ വർക്കിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. എ ഫൈൻ വയർ ഈസ് സ്ട്രക്ചർഡ് അറൗണ്ട് ദീസ് ഇൻസുലേറ്റിംഗ് പിൻസ്. അതാണ് പറഞ്ഞത്, ഈ ഇൻസുലേറ്റിംഗ് പിന്നിൻ്റെ മുകളിൽ നമ്മളൊരു ഫൈൻ വയർ എന്ത് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പിയും ക്യൂവും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ വയർ എന്ത് ചെയ്യും, സ്ട്രെച്ചബിൾ ആണ്, അതിന് ലെങ്ത്ത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ടു മെഷർ ദ സ്ട്രെയിൻ ദ ഗേജ് ഈസ് കണക്റ്റഡ് ടു എ വീറ്റ്സ്റ്റോൺ മീറ്റർ. ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, അതൊരു റെസിസ്റ്റൻസ് അളക്കാനുള്ളൊരു മീറ്ററാണ്, ഒരു മെഷറിംഗ് ഡിവൈസാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ട്രെയിൻ കണക്ട് ചെയ്ത് വെക്കും ടു മെഷർ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി അതെങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദി ഫ്രെയിം P മൂവ് റിലേറ്റീവ് ടു ഫ്രെയിം Q. പിയും ക്യൂവും എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ആൻഡ് the length and area cross section of the gauge will change due to this strain. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് ആ വയറിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യും, മാറുന്നുണ്ട്. സോ ആ മാറ്റം, ലെങ്ത്ത് മാറ്റപ്പോൾ ഏരിയ ക്രോസ് സെക്ഷനും മാറുന്നുണ്ട്. അതുകൊണ്ട് ആ ഡിഫറൻസിന് നമുക്ക് R = ρl / A എന്നുള്ള ഇക്വേഷനിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ റെസിസ്റ്റൻസിൽ എന്ത് ചെയ്യും, ഒരു വേരിയേഷൻസ് വരുന്നുണ്ട്.
This strain change the resistance of a strain gauge, and this change in resistance is measured using Wheatstone bridge. അപ്പം അവിടെ ഒരു റെസിസ്റ്റൻസിൽ വ്യത്യാസം വരും, കാരണം ലെങ്ത്തും ഏരിയ ഒക്കെ മാറുന്നതുകൊണ്ട് ആ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു Wheatstone ബ്രിഡ്ജ് വെച്ചിട്ട് ആ റെസിസ്റ്റൻസിലെ വ്യത്യാസം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി അനലൈസ്ഡ് ടു മെഷർ ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് ദി സ്ട്രക്ചർ ആൻഡ് സ്റ്റഡി. നമുക്കതിൻ്റെ എത്ര ഫോഴ്സ് കൊടുത്തു, അതേപോലെ എത്ര സ്ട്രെയിൻ കൊടുത്തു എന്നൊക്കെ നമുക്കിത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ആ വയർ എന്തല്ല, ഈ ഗേജിൻ്റെ മുകളിൽ ബോണ്ട് ചെയ്ത് വെച്ചിട്ടില്ല, ഫിക്സഡായി കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഇൻസുലേറ്റിംഗ് പിന്നിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആ ഫിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ബോണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ്. അപ്പോൾ ബോണ്ടഡ് ടൈപ്പിൽ എന്തായിരിക്കും, നമ്മുടെ പ്ലേറ്റുകളുടെ മുകളിൽ അല്ലെങ്കിൽ ഈ സാധാരണ ഉപയോഗിക്കുന്ന ഈ ഒരു ഷീൽഡിൻ്റെ മുകളിൽ നമ്മളെ ഈ വയർ എന്ത് വെച്ചിട്ടുണ്ടാവും, ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫിക്സഡായിട്ട് ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ കൊടുക്കുമ്പം അത് ചുരുങ്ങിയ നിവരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു മൂവ്മെൻറ്റിന് നമുക്ക് ഏരിയയിലും ലെങ്ത്തിലും വ്യത്യാസം വരുത്തിയിട്ടാണ് ബോണ്ടഡ് ടൈപ്പ് സ്ട്രെയിൻ ഗേജ് വർക്ക് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. These strain gauges are directly bonded on the surface of the structure under study. So ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഡയറക്ട്ലി ബോണ്ടഡ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്ട്രക്ചർ. നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്താണോ അതിൻ്റെ സർഫസിൽ ഈ സ്ട്രെയിൻ ഗേജിൻ്റെ എന്തുണ്ടാവും, വയർഡൊക്കെ ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫിക്സഡായി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ബോണ്ടഡ് എന്ന് പറയാൻ കാരണം. ഇവിടെ കാണാൻ നിങ്ങൾക്ക്, ഇതാണ് ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ബാക്കിംഗ് ആണ്, ഇത് ഫ്ലെക്സിബിൾ ആണ്. അതിൻ്റെ മുകളിൽ ഇതുണ്ട്, ഇതാണ് നമ്മുടെ ലോഡ് വയേഴ്സ്. ഇതിവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഈ ഒരു സാധനം. അപ്പം ഈ ഒരു എൻ്റെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് കാണുന്നുണ്ട് നിങ്ങൾ മൗസ് പോകുന്നത്. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ വയറിൻ്റെ ലെങ്ത്തും അതിനനുസരിച്ച് മൂവ് ചെയ്യും, അല്ലെങ്കിൽ കുറേയും ലെങ്ത്ത് കൂടുകയും കുറേ ഏരിയ കുറേയും കൂടുകയൊക്കെ ചെയ്യും. അത് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തും, റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തും. ഓക്കെ, എ ഫൈൻ റെസിസ്റ്റൻസ് വയർ ഈസ് മെയ്ഡ് into a form of grid and is cemented between the carriers. അതാണ് തൊട്ട് മുമ്പ് ഫിഗറിൽ കണ്ടത്, ആ ഒരു ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. റെസിസ്റ്റൻസ് വയർ വിത്ത് എ ഹൈ ഗേജ് ഫാക്ടർ ഈസ് ചൂസൺ. നമ്മളവിടെ നല്ല ഹൈ റെസിസ്റ്റൻസ് ഉള്ളതാണ് നമ്മളവിടെ ചൂസ് ചെയ്യുന്നത് ആ വയർ. The wire is spread so that the stress is uniformly distributed over the grid. ആ വയർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്ലേറ്റിൽ ഗ്രിഡിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പോകുന്നുണ്ട്. The carrier material should have high mechanical strength and good adherence to cement used. For this purpose, a thin sheet of paper, ബാക്ക്ലൈറ്റ്, ടെഫ്ലോൺ ഷീറ്റ് ആർ കോമൺലി യൂസ്. നമ്മൾ ആ കൊടുക്കുന്ന ബാക്കിൽ ആ ഒരു പ്ലെയിൻ സർഫസ് കണ്ടില്ല, അതാണ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞത്. തിൻ ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ബാക്ക്ലൈറ്റ് ഓർ ടെഫ്ലോൺ ഷീറ്റാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ഓൺ ടോപ്പ് വിത്ത് എ തിൻ ഷീറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ദിസ് പ്രിവെൻറ്റ് എ വയർ ഫ്രം എനി മെക്കാനിക്കൽ ഡാമേജ്. അതിൻ്റെ മുകളിൽ വരെ നമ്മളൊരു തിൻ ഷീറ്റും കൂടെ കൊടുക്കും, അത് നമ്മളെ വയർ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. The carrier is bonded with an adhesive material and due to this a good transfer of strain from carrier to grid wire is achieved. അത് അവിടെ ബോണ്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സ്ട്രെയിൻ നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. അല്ല, ഗുഡ് കാരിയർ ആണെന്ന് പറയുന്നത്. കാരിയർ ഗ്രിഡ് ഓഫ് വയർ ഈസ് അച്ചീവ്ഡ്. ഓക്കെ, അപ്പം ആ ഒരു ബോണ്ടഡ് ടൈപ്പിൽ നമുക്ക് എന്താണ്, ആ സർഫസിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു വയർ ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ കൊടുത്താൽ ചിലപ്പോൾ ആ പ്ലേറ്റ് ഒന്ന് ചുരുങ്ങുകയും ഒന്ന് നിവരുകയൊക്കെ ചെയ്യും. അത് ചുരുങ്ങിയാൽ നിവരുകയും ചെയ്യുന്നത് വെച്ചാൽ ആ വയറിൻ്റെ ഇലാസ്റ്റിസിറ്റികളനുസരിച്ച് അത് എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ലെങ്ത് ഓർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നുണ്ട് അവിടെ. അത് നമ്മളെ R=ρl/A എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസിലുള്ള വ്യത്യാസമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് വേരിയേഷൻ കിട്ടും അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് മെഷർമെൻറ്റ്. നമ്മൾ എന്താണ് കൊടുക്കുന്ന ഫിസിക്കൽ ഫിനോമിന മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് വേരി ചെയ്ത് നമുക്ക് കിട്ടും. സോ ഇതാണ് അൺബൗണ്ടഡും ബോണ്ടഡും. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആ വയർ നമുക്ക് ബോണ്ട് ചെയ്ത് വെച്ചിട്ടില്ല. അതുപോലെ ബോണ്ടഡിൽ എന്താവും, ആ വയർ ശരിക്കും എക്സാക്ട്ലി സിമെൻറ്റ് ചെയ്ത് വെച്ചാൽ ഫിക്സഡ് ആണ് അത് അവിടെ പ്ലേറ്റിൻ്റെ മുകളിൽ. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാറുന്നത് എങ്ങനെയാണ്, ലെങ്ത് ഓർ ഏരിയ മാറുന്നതിനനുസരിച്ചാണ് റെസിസ്റ്റൻസ് മാറുന്നത്. ആ പ്രിൻസിപ്പൾ, ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, അതാണ് എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്.
ഇനി രണ്ടാമതൊരു കാറ്റഗറി നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് അതിന് 4 കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ്. എ ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ്. ഒരു വയർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. റെസിസ്റ്റീവ് വയർ ഈസ് ബെൻറ്റ് ലൈക്ക് എ സ്ട്രിങ് ആൻഡ് ഈസ് പാക്ക്ഡ് ഇൻ എ പ്ലാസ്റ്റിക് ഓർ പേപ്പർ ബാഗ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു റെസിസ്റ്റീവ് വയറാണ് നമ്മൾ ഈ ഒരു ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. When a force is applied, the wire change in dimension and the resistance is also changed. അതിൻ്റെ ഡയമെൻഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ലെങ്ത് ഓർ ഏരിയ മാറുന്നതിനനുസരിച്ചിട്ട് അതിൽ റെസിസ്റ്റൻസും മാറുന്നുണ്ട്. സെയിം ഇക്വേഷൻ R is equal to rho L by A. This change in resistance is analyzed to measure the applied force. നമ്മൾ ഈ റെസിസ്റ്റൻസിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണോ അതിൻ്റെ പ്രൊപ്പോർഷനിലായിരിക്കും നമുക്കങ്ങനെ ആ ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റും. മെറ്റൽ കോമ്പോണൻറ്റ്സ് ലൈക്ക് നിക്രോം, കോൺസ്റ്റൻറ്റൻസ് ആർ യൂസ്ഡ് ആസ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ. നമ്മൾ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന നിക്രോമൊക്കെയാണ് സാധാരണ നിങ്ങൾ ഈ ഒരു ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഫൈൻ വയർ ഗേജ് ഹാവ് ഹൈ അക്യുറസി ആൻഡ് ഹൈ റിലയബിലിറ്റി ബട്ട് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. സോ അക്യുറസിയും റിലയബിലിറ്റിയും കൂടുതലാണ്, പക്ഷേ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആണ്. രണ്ടാമത്തത് മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? മെറ്റൽ ഫോയിലായിരിക്കും. എ മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ പ്രിൻറ്റിംഗ് എ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഫോയിൽ ഓൺ എ നോൺ ഇലക്ട്രിക്കൽ ബേസ് മെറ്റീരിയൽ സച്ച് ആസ് PCB ഒക്കെയാണ് നമ്മളിവിടെ സാധാരണ ഉപയോഗിക്കുന്നത്. When a force is applied, the gauge will undergo change in both length and area of cross section, result in change in resistance. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റൽ മാത്രം ഒരു മെറ്റൽ ഫോയിലായിരിക്കും സാധാരണ ഉപയോഗിക്കുക. ആ മെറ്റൽ ഫോയിലിന് മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ച് അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ലെങ്ത് ഒക്കെ എന്ത് ചെയ്യും? മാറും. ആ മാറ്റം നമ്മൾ റെസിസ്റ്റൻസിൽ നിന്നുണ്ടാവും വ്യത്യാസം വരുത്തുന്നുണ്ട്. അഡ്വാൻറ്റേജസ്: പെർഫെക്റ്റ് ബൈൻഡിങ് ഈസ് പോസിബിൾ വിത്ത് ദ സ്ട്രക്ചർഡ് അണ്ടർ സ്റ്റഡി. Can be manufactured in any shape. Good sensitivity and stability even in high temperature. നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോങ് ലൈഫ്. ദെൻ മൂന്നാമത്തത് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ്. സോ സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് മേക്ക് യൂസ് ഓഫ് ദ ഫീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി ഓഫ് ദ സെമി കണ്ടക്ടർ സച്ച് ആസ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. അതായത് സെമി കണ്ടക്ടറിന് മുകളിൽ നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള പാർട്ടിക്കിൾ അടുത്ത് വരും അല്ലേ? അതേപോലെ പ്രഷർ യൂസ് ആക്കിയ പാർട്ടിക്കിൾ ദൂരത്ത് പോകും. സോ അവിടെ ഒരു കറണ്ടിൽ റെസിസ്റ്റൻസിലൊരു വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച്, പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച്. ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വേർ എ ഹൈ ഗേജ് ഫാക്ടർ ഈസ് റിക്വയർഡ്. It is constructed by bonding semiconductors filaments to a suitable insulating surface. നമ്മളിവിടെ സെമി കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് നിർമ്മിക്കുന്നത്. They are very sensitive to temperature changes. So it is sensitive to temperature change ആണ്. But increasing doping decrease sensitivity toward temperature as well. For electrical constant contact, gold leads are usually used. Advantages: high gauge factor, can be used for measuring small strain, long life and high durability. These are the advantages of semiconductor strain gauge. And disadvantages: sensitivity to change in temperature. Temperature is മാറുന്നുണ്ട്. Difficult to attach with the structure and it is high costly. Then fourth type ആണ് photoelectric strain gauge. A photoelectric strain gauge generate an electrical current which is proportional to the applied strain by using photocell detector, two fine granite gratings and a light beam. So light beam ഉം photocell detector ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജ് ആണ് photoelectric strain gauge എന്ന് പറയുന്നത്. This type of strain gauge is not commonly used. നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല because it is highly expensive. They are delicate and expensive. സോ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസറാണ് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ആ ഒരു ഇക്വേഷനാണ് R is equal to rho L by A. സോ R directly proportional to length of the conductor and inversely proportional to area of cross section. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതിൻ്റെ ബേസിലാണ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്.
നമ്മളതിൽ പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞു, സ്ട്രെയിൻ ഗേജ് പറഞ്ഞു അല്ലേ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഡിഫറെൻറ്റ് എക്സാമ്പിളും ടൈപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നോക്കുക, എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. എന്തെങ്കിലും സംശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.